വനിത ഉറങ്ങില്ലായിരുന്നോ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിനക്കെന്താ ഒരു മൂഡൌട്ട് പോലെ? മനസ്സിനൊരു സുഖം തോന്നില്ല. പേടിയൊന്നും വേണ്ട വെച്ചേ, ധൈര്യമായിട്ടിരുന്നോ. ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചാ വേണ്ട, അത്രേ ഉള്ളൂ. പോയി നോക്ക്. മാഡത്തിനെ വിളിക്കുന്നു. ആരെ? പാലോടൻ സാറിന്റെ മുറിയിലേക്ക് അല്ലെന്നാ പറഞ്ഞത്. 501. അങ്ങേര് മാത്രമേ ഉള്ളോ അതോ അലവലാതെ സിൽബന്ധികളുണ്ടോ? തന്നെ ഉള്ളൂ. താൻ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി. ആ, നീ റൂം പൂട്ടിക്കിടന്നു. ഞാൻ വരാൻ വെളുപ്പാവും. വന്നിട്ട് അടുപ്പിച്ച് 3 ബെല്ലടിക്കും. അപ്പൊ തുറന്നാ മതി. വരട്ടെ. കിടന്നോന്ന് നോക്കുകായിരുന്നു. എങ്ങനെയുണ്ട് താമസമൊക്കെ? തൽക്കാലം വേറെ മുറിയൊന്നും ഇല്ലായിട്ടാ. കൊച്ചിനെ ഞാൻ നല്ലൊരു മുറി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാ? അതെ, നാണിട്ടുണ്ട് തന്നെ. നിങ്ങളാരാ? ആ, പ്രിയനോ? എന്താടോ, സുഖം തന്നെ അല്ലേ? ആ, കൊച്ചുറങ്ങാൻ പോവാ, കൊടുക്കണ്ടല്ലോ. വേണോ? പ്രിയനാ? വേണ്ടെന്ന്. ആ, കിടന്നോ. ഹലോ. വൈകുന്നേരങ്ങളിൽ പാടുന്ന സമയത്ത് പ്രിയനെ കാണുന്നതായിരുന്നു ഒരേ ഒരു ആശ്വാസം. വനിതയ്ക്ക് പ്രിയനോട് പ്രേമമായിരുന്നു? എനിക്കിഷ്ടമായിരുന്നു. വേണമെങ്കിൽ അതിനെ പ്രേമമെന്ന് വിളിക്കാം. കേൾക്കട്ടെ. മാഗിയും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ താമസം തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞിരിക്കും. ഒരു ദിവസം മാഗി പറഞ്ഞു അവൾ ഹോട്ടൽ വിട്ടു പോവുകയാണെന്ന്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് കുട്ടി. ഇന്നൊരു ഹോട്ടൽ, നാളെ മറ്റൊരു ഹോട്ടൽ, അത് കഴിഞ്ഞാൽ വേറൊരു ഹോട്ടൽ. ആ പാടുന്ന ആൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു. റിഹേഴ്സലാ. റിഹേഴ്സലോ? പെണ്ണേ, ഇന്ന് വലിയാളാ നിന്റെ കൂടെ പാടാൻ പോകുന്നത്. പ്രിയൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഞാൻ അവനെ കട്ട് ചെയ്തു. എന്താ, പ്രിയൻ ഉണ്ടെങ്കിലേ പാട്ട് വരത്തുള്ളോ? അങ്ങനെയാണോ തങ്കപ്പാ? ഇല്ലാതെ വരും നോക്കാം. എന്നാ റിഹേഴ്സൽ തുടങ്ങിക്കൂ. എന്താണോ തന്റെ പേരെന്ന് പറഞ്ഞ്? വാസൻ. ആ, നന്നായിട്ടൊക്കെ നിന്നോണം. പാട്ട് മാത്രം പാടിയാ മതി. പ്രേമോ ശൃംഗാരമൊന്നും വേണ്ട കേട്ടോ. ശരി. ആ, പ്രിയൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയായി തുടങ്ങി. എങ്ങനെയെങ്കിലും ഹോട്ടൽ വിട്ട് പോകണമെന്നായിരുന്നു എപ്പോഴും എന്റെ ചിന്ത. പക്ഷേ പുറത്തു പോകാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എപ്പോഴും മുറിക്ക് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും. എനിക്ക് ചുറ്റും ഭീതിയുടെ ഒരു വലയം സൃഷ്ടിച്ചതുപോലെയാ. തമ്പി സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ, തമ്പി സാറേ, സാർ. എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ പൊതിഞ്ഞേട്ടിക്കൊണ്ടുവരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നോ. ടിഫിൻകാർ 2 ഇവിടെപ്പെട്ടു പോയില്ലേ. പതിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴിക്കട്ടെ? വേണ്ട, ഇന്ന് ഞാൻ കഴിക്കുന്നില്ല. രാത്രി കുറച്ച് എഴുതണം. അപ്പൊ പിന്നെ എന്റെ കോട്ടായോ? താനും കഴിക്കണ്ട. എന്നാ ഊണോട്ടെ? ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇപ്രാവശ്യം വന്നിട്ട് സാറിന് എന്തോ എന്നോട് വിരോധം പോലെ. ഒരു വിരോധവും ഇല്ല വിശ്വംബര. അതൊക്കെ മനുഷ്യരുടെ ഓരോ സമയത്ത് ഓരോ മൂടുകളല്ലേ. ശരി, ഞാൻ നിന്നിട്ട് സാറിന്റെ മൂഡിന് തടസ്സമാകുന്നെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ പോയേക്കാം. ആ ടിഫിൻകാരോട് എത്തും. എന്നാ ഫ്ലാസ്ക്. അപ്പൊ സാറേ, ഒന്നുമില്ല.
അവൻ പോയി. ആ ബാക്കി പറ കേക്കട്ടെ. മാഗി ഹോട്ടൽ വിട്ട് പോകുന്ന ദിവസമായിരുന്നു അന്ന്. ചേച്ചിക്ക് രാവിലെ പോയാ പോരെ, ഞാൻ തനിച്ചിവിടെ. അത് പറ്റില്ല, രാത്രി തന്നെ പൊയ്ക്കോളാനാ കുഞ്ഞിപ്പാലു പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇറക്കി വിടുന്ന ടൈപ്പാ അയാള്. വെറുതെ എന്തിനാ അയാളുമായി? ഞാൻ എന്ത് ചെയ്യും ചേച്ചി? എനിക്കിവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. എനിക്കറിയാം നിന്റെ മനസ്സ്. ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ശരിയല്ല. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ. നല്ല കാര്യായി. അയാള് വിടുവോ? ചേച്ചി എങ്ങനെയെങ്കിലും പ്രിയനെ കണ്ടെന്ന് പറയാമോ? വരാൻ. പ്രിയം വന്നാൽ അവരിങ്ങോട്ട് കയറ്റിവിടത്തില്ല വനിതേ. ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങി ചെന്നോളാം. അതത്ര എളുപ്പമാണോ? പ്രിയന്റെ അഡ്രസ് ഉണ്ടോ നിന്റെ കയ്യില്? ആ, ഞാൻ പോയി പ്രിയനോട് പറയാം. ആ, ഗേറ്റിന്റെ അവിടെ വരാൻ പറയാം. റിസപ്ഷൻ, ഐ എം മാഗി ഹിയർ. ഞാൻ പോകാൻ റെഡിയാണെന്ന് പറ. പെട്ടിയെടുക്കാൻ ഒരു ബോയെ കൂടെ വരാൻ പറ. ആ, നീ ഒരു പാവം കുട്ടിയാ. നിനക്ക് പറ്റിയതല്ല ഇവിടുത്തെ പണി. എന്തു വന്നാലും നീ സ്വയം രക്ഷിച്ചോ, നശിക്കരുത്. 1500 വണ്ടി ചാർജും ഉണ്ട്. ഇതിലൊരു ഒപ്പിട്ടേരെ. പൈസ ഒക്കെ വാങ്ങിയില്ലേ? അടുത്ത മാസം 15-ാം തീയതി വരുമല്ലോ. പുതിയ കോൺട്രാക്ട് അന്നേരം ഒപ്പിടേ. എന്താ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയുണ്ടോ?
എന്താണ് അവിടെ അവിടെ എങ്ങാത്തുള്ളൂ പോലീസ് വരൂ വരൂ